മഴ കനത്ത് പെയ്യുമ്പോൾ തകർന്നു വീഴാറായ വീട്ടിൽ ഭയത്തോടെ കഴിയുകയാണ് വയോധികരായ സഹോദരിമാർ. വെള്ളറക്കാട് പാരിക്കുന്നിൽ ചുള്ളിവളപ്പിൽ ഓമനയും കാർത്യായനിയുമാണ് അധികൃതരുടെ അവഗണനയിൽ ദുരിതം പേറി കഴിയുന്നത്. കടങ്ങോട് പഞ്ചായത്തിലെ 7-ാം വാർഡിലാണ് 75 വയസ്സുള്ള ഓമനയും 68 വയസ്സുള്ള കാർത്യായനിയും താമസിക്കുന്നത്. വാർദ്ധക്യ സഹജമായ അസുഖത്തിൽ ഓമനയ്ക്ക് നടക്കാനും സ്വയം എഴുന്നേറ്റിരിക്കുവാനും കഴിയാത്ത അവസ്ഥയാണ്. രണ്ടുപേരും അവിവാഹിതരായതിനാൽ സംരക്ഷിക്കാൻ ആരുമില്ലാത്ത സാഹചര്യമാണ്. ഇവർ താമസിക്കുന്ന വീട് കാലപ്പഴക്കത്താൽ തകർന്ന് നിലംപൊത്താറായ സ്ഥിതിയിലാണുള്ളത്. വീടിന്റെ അവസ്ഥ അടുക്കള പൊട്ടി, പിന്നെ കിഴക്കേ ഭാഗം ആ സൈഡ് റൂം പൊട്ടി, അവിടെ ഓടൊക്കെ വീണു. ഞങ്ങൾക്ക് താമസിക്കാൻ പറ്റാതെയായി. മേൽപ്പുരൊക്കെ ആകെ ഇടിഞ്ഞു പൊളിഞ്ഞ് ഓടൊക്കെ വീണു. മണ്ണിഷ്ടിക കൊണ്ട് നിർമ്മിച്ച് ഓടുമേഞ്ഞ വീട് 10 വർഷമായി വാസയോഗ്യമല്ലാത്ത അവസ്ഥയിലാണ്. ചുമരുകൾ പല ഭാഗങ്ങളിലും വിണ്ടുപൊട്ടിയിട്ടുണ്ട്. മേൽക്കൂരയുടെ ഉത്തരവും കഴുക്കോലുകളും പൊട്ടിയ നിലയിലാണ്. ഓടുകൾ പൊട്ടിയതിനാൽ ടാർപോളിൻ ഉപയോഗിച്ച് മേൽക്കൂര മൂടിയാണ് ചോർച്ച തടയുന്നത്. വാർഡംഗം രമണി രാജനോടും ഗ്രാമസഭയിലും നിരന്തരം അഭ്യർത്ഥിക്കുന്നുണ്ടെങ്കിലും വീട് പുനർനിർമ്മാണത്തിന് പരിഗണിക്കുന്നില്ലെന്ന് ഇവർ പറയുന്നു. എന്റെ വീട് വീണെന്ന് രമണിയോട് വിളിച്ചു പറഞ്ഞപ്പോ രമണി ഞാൻ ആശ്രയയില് കൊടുക്കാ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അതിനെ ആശ്രയയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആശ്രയയിൽ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇതേവരെ അവള് വന്ന് നോക്കിയിട്ടുമില്ല, പിന്നെ വിളിച്ചു ചോദിച്ചിട്ടുമില്ല. ഞങ്ങൾ വോട്ട് ചെയ്തിട്ടില്ല എന്ന് അവള് പറയണത്. ഇപ്പൊ വീടാകെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണില്ലേ. പിന്നെ ഞാൻ നവകേരളയിൽ കൊടുത്തിട്ട് അവര് പറഞ്ഞു വന്ന് നോക്കിയിട്ട് കൂടിയില്ല. എന്നിട്ട് അവര് പറഞ്ഞു വാസയോഗ്യമായ വീടാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പഞ്ചായത്തിൽ പോയി. എന്നിട്ട് ഗ്രാമസേവനെ കണ്ടപ്പോ ഗ്രാമസേവൻ പറഞ്ഞു വാസയോഗ്യമായ വീടാണ് എന്ന് പറഞ്ഞെടുക്കണ അവരും പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിലും ഇവർ അപേക്ഷ സമർപ്പിച്ചിരുന്നു. എന്നാൽ താമസയോഗ്യമായ വീടുണ്ടെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അപേക്ഷ നിരസിക്കുന്നു എന്നാണ് പിന്നീട് മറുപടി ലഭിച്ചത്. വീട് കാണാതെയാണ് ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് നൽകിയത്. ഒരു ദുരിതത്തിനായി കാത്തുനിൽക്കാതെ എത്രയും പെട്ടെന്ന് ഇവർക്ക് വീട് നിർമ്മിച്ചു നൽകുവാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറാകണമെന്ന് നാട്ടുകാരും പൊതുപ്രവർത്തകരും ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, എരുമപ്പെട്ടി.